ഹലോ, ഇന്ന് കുറച്ച് വൈകുന്നേര കാഴ്ചകൾ കാണാം. 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി നമുക്ക് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിക്ക് ഉപ്പേരിയായിട്ട് മുതിരയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഒരു സാധനമാണ് മുതിര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ട് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. എനിക്കിങ്ങനെ നല്ല മഴയുള്ള സമയത്ത് തണുപ്പ് കാലാവസ്ഥയ്ക്കൊക്കെ എനിക്കിതുപോലെ മുതിര ഉപ്പേരി വെച്ച് കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ മുതിര വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടങ്ങളിലെ മുതിര എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ ഞാൻ വാങ്ങാറുണ്ട് പോകുമ്പോഴൊക്കെ. അങ്ങനെ നമ്മുടെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്കുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. രാവിലെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുത്തു. ഞാൻ സാധാരണ നമ്മൾ കുറച്ച് വലിയതാക്കിയിട്ടല്ല, ഒരു അപ്പം ടൈപ്പാണ് ഇന്ന് ചുട്ടെടുത്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ടൊരു 11-12 ആയി കഴിഞ്ഞപ്പം നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പിയാണ് ഇന്ന് എടുത്തത്. എല്ലാ പ്രാവശ്യവും മാഗി അല്ല, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് 90s ഭയങ്കരമായിട്ട് റിലേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അതായത് ബാലരമ. പണ്ടൊക്കെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും അച്ഛൻ വരുന്നതും കാത്ത് ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. കാരണം ബാലരമ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എനിക്ക് അത്രയും പ്രാന്തായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ ഏതോ ഒരു കൂട്ടുകാരിക്ക് ഞാൻ വായിക്കാൻ കൊടുത്തതാണ്. പിന്നെ അവളത് എനിക്ക് തിരിച്ചു കൊണ്ട് തന്നിട്ടില്ല. അത്രയും കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ടൗണിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും കടയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഇത് വാങ്ങലുണ്ട്. ബാലരമയായാലും ബാലഭൂമി ആയാലും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു 4-5 എണ്ണമാണ് ഇത്. ഇതിൻ്റെ ഓരോ പേജും മറിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.